നമസ്കാരം പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പലപ്പോഴായിട്ട് സെക്കൻഡ് ഹാൻഡ് ഫോൺസ് വാങ്ങാറുണ്ടല്ലേ. ഇതിലും അപകടം ഉണ്ടെന്നുള്ള അറിയാമോ? അത് ഡ്യൂപ്ലിക്കേറ്റ് വരാം, വല്ല തീവ്രവാദമോ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചിട്ട് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഫോണായിരിക്കാം. അങ്ങനെ ഒരുപാട് അപകടങ്ങൾ സെക്കൻഡ് ഹാൻഡ് വാങ്ങുമ്പോഴുണ്ട്. പക്ഷേ അതെല്ലാം നോക്കി വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്നുള്ളൊരു സംവിധാനമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഇനി സെക്കൻഡ് ഹാൻഡ് ഫോൺ എടുക്കുകയാണെങ്കിൽ ഈ വീഡിയോയിലുള്ളത് പോലെ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ. എന്നിട്ട് വേണം ചെയ്യാൻ. കാരണം അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആവാം, ഈ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഫോണായിരിക്കാം. അതിന് പറയുന്ന പേരാണ് KYM, നോ യുവർ മൊബൈൽ. ഇതിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഉണ്ട്, നമുക്ക് വെബ്സൈറ്റ് ഉണ്ട്, SMS വഴി അറിയാൻ പറ്റും. ഇതിനാദ്യം വേണ്ടത് IMEI നമ്പർ വേണം. അറിയാലോ, ഒരു ഫോണിന്റെ IMEI നമ്പർ എങ്ങനെ എടുക്കുക? *#06# അടിച്ചു കഴിഞ്ഞാൽ ഏത് ഫോണിന്റെയും IMEI നമ്പർ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ വാങ്ങാൻ പോകുന്ന ആ ഫോണിലും ഈ *#06# ടൈപ്പ് ചെയ്തിട്ട് ആ IMEI നമ്പർ എടുത്തിട്ട് വേണം ഇതിൽ നോക്കാൻ. അതിന് വേണ്ടിയിട്ട് ഗൂഗിൾ പ്ലേ സ്റ്റോർ എടുക്കുക, എന്നിട്ട് KYM എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വരും കേട്ടോ, നോ യുവർ മൊബൈൽ എന്നുള്ള ഈ ഒരു സംഭവം. C.ആണ് ഈ ആപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ തന്നെ കാണും, സ്കാൻ IMEI നമ്പർ ഫ്രം ഹിയർ എന്ന് പറഞ്ഞിട്ട് കാണും. പിന്നെ നിങ്ങൾ അതിന്റെ പെർമിഷൻ കൊടുക്കുക. അതുകൊണ്ട് മുകളിൽ എൻ്റർ IMEI നമ്പർ ഡയൽ *#06# എന്നിങ്ങനെ നിങ്ങൾ ഫോണിൽ ടൈപ്പ് ചെയ്തിട്ട് അവിടെ കിട്ടുന്ന IMEI നമ്പർ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഫോൺ നല്ലതാണോ കെട്ടതാണോ എന്നൊക്കെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ താഴത്ത് SIM 1, SIM 2 കൊടുത്തിരിക്കുന്നുണ്ടല്ലേ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിന്റെ IMEI നമ്പറും അറിയാൻ പറ്റും കേട്ടോ. അങ്ങനെ നമുക്ക് ആപ്ലിക്കേഷനിലൂടെ ഈ വിവരം അറിയാൻ പറ്റും. ഇനി ആപ്ലിക്കേഷൻ അല്ലാത്തവർക്ക് മെസ്സേജ് വഴി നമുക്കിത് ചെയ്യാൻ പറ്റും. IMEI നമ്പർ എടുത്തിട്ട് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതും കൂടെ കാണിച്ചു തരാം. മെസ്സേജ് എടുക്കുക, അതിൽ നമ്മൾ നമ്പർ ടൈപ്പ് ചെയ്യൂലേ, അവിടെ 14422 എന്നുള്ള നമ്പർ കൊടുക്കുക. എന്നിട്ട് താഴത്ത് കണ്ടോ, നമ്മൾ മെസ്സേജ് ടൈപ്പ് ചെയ്യേണ്ട അവിടെ KYM എന്ന് ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് IMEI നമ്പറും കൊടുത്തിട്ട് സെൻഡ് കൊടുത്താൽ ആ ഫോൺ ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ അറിയാൻ പറ്റും. ഇനി ഒരു സൈറ്റ് ഉണ്ട്, sanjarsathi.com. ആ സൈറ്റിൽ പോയിട്ട് നമുക്ക് ഒറിജിനൽ ആണോ അല്ലേന്ന് അറിയാൻ പറ്റും കേട്ടോ. സഞ്ചാർ സാത്തി സൈറ്റ് എടുക്കുക. ആദ്യം നമ്മൾ ക്യാപ്ച കൊടുക്കണം. ആ ക്യാപ്ച ഉണ്ട് മുകളിൽ ഒരു കോഡ് ഭാഷ, അത് കൊടുത്തിട്ട് താഴത്ത് മൊബൈൽ നമ്പർ കൊടുക്കുക. നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്താൽ അതിൽ OTP വരും. OTP വന്ന ശേഷം ഏറ്റവും താഴത്ത് കണ്ടോ IMEI നമ്പർ എന്നുള്ളത്, അവിടെ IMEI നമ്പർ കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൺ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ള അറിയാൻ പറ്റും. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോണൊക്കെ വാങ്ങുമ്പോൾ സൂക്ഷിക്കുക. പല തട്ടിപ്പുകളും പല കാര്യങ്ങൾക്കും പലപ്പോഴും ഫോണുകൾ ആൾക്കാർ ഉപയോഗിച്ചിട്ട് ഈവൻ കൊലപാതകത്തിനും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. എന്നിട്ട് ആ ഫോൺ കൊണ്ടുവന്നിട്ട് വിൽക്കും. കഷ്ടകാലത്തിന് നമ്മുടെ കയ്യിൽ ആ ഫോൺ കിട്ടുന്നുണ്ടെങ്കിൽ അത് IMEI നമ്പർ വെച്ചിട്ട് ആരെങ്കിലും ട്രേസ് ചെയ്തിട്ട് വേറൊരു നെഗറ്റീവിലേക്കും പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വാങ്ങും കേട്ടോ. ഓക്കെ, ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായോ? എന്നാൽ ശരി, അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം. ലോക സമസ്ത സുഖിനോ ഭവന്തോ. എന്തായാലും കെട്ടണം. അപ്പൊ പിന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ള ആളെ തന്നെ അങ്ങോട്ട് കെട്ടിക്കൂടെ. www.sbmatrimony.com. നാം എന്നതിൽ നിന്ന് നമ്മളിലേക്കൊരു ചുവടുവെപ്പ്. എല്ലാവർക്കും രജിസ്ട്രേഷൻ ഫ്രീ ആണ്. വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന വെബ്സൈറ്റ്. കേരളത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ മെമ്പർഷിപ്പ് പ്ലാൻ. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ.